ഞാൻ പിന്നെ താങ്കളുടെ ചോദ്യത്തിനുള്ള എനിക്ക് ഉള്ള മറുപടി അല്ലെങ്കിൽ എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്, ഞാൻ കോൺഗ്രസ് ബീഹാർ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞതിനോടും ഞാൻ വിയോജിക്കുന്നില്ല, ഗൗതം മാഷ് പറഞ്ഞതിനോടും ഞാൻ വിയോജിക്കുന്നില്ല. പിന്നെ ഇന്നലെ ഈവൻ നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ദില്ലിയിൽ BJP ആസ്ഥാനത്ത്, അതുവരെയും നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ മറ്റ് ചില അടിസ്ഥാന വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ ചില പ്രമാണങ്ങളായി നമ്മുടെ മുമ്പിൽ ഈ റിസൾട്ടിൽ എഴുന്നു നിൽക്കുന്നുണ്ട് അജിംസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനവിധി തേടുമ്പോൾ തുടർന്നും അധികാരത്തിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കൊണ്ടോ ചെറുകിട തട്ടിപ്പുകൾ കൊണ്ടോ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ നടപടി കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതിനപ്പുറമാണ് യാഥാർത്ഥ്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ പിന്നെ ഞാൻ നേരത്തെ മുതലേ ചർച്ചകളിൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ ചർച്ചകളിൽ സ്ഥിരമായി മീഡിയ വണ്ണിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ ആൻറ്റി ഇൻകംബൻസി എന്നൊരു ഫാക്ടറിനെ കുറിച്ച് അതിനോട് യോജിക്കാത്ത ഒരാളാണ് ഞാൻ. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്നൊരു ഫാക്ടർ തന്നെ ഈ 21ാം നൂറ്റാണ്ടിൽ ഇല്ല എന്നുള്ളതാണ് സഫോളജിസ്റ്റുകളുടെ ലോകത്താകമാനമുള്ള വ്യാഖ്യാനവും വന്നിട്ടുള്ളത്. അതിന് പകരം ഗുഡ് ഗവേണൻസ്, ബാഡ് ഗവേണൻസ് എന്നുള്ളതാണ് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെയും ഈ സഫോളജിസ്റ്റുകളുടെ ടെക്സ്റ്റുകളടക്കം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗുഡ് ഗവേണൻസ് ഉള്ള ഗവൺമെൻറ്റുകൾക്ക് ഭരണ തുടർച്ച കിട്ടുകയും ബാഡ് ഗവേണൻസ് ഉള്ള ഗവൺമെൻറ്റുകൾക്ക് ഭരണ തുടർച്ച കിട്ടാതിരിക്കുകയും ചെയ്യുന്നതാണ് ആധുനിക ജനാധിപത്യ യുഗത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഒരു സാമ്പ്രദായിക രീതിയായിട്ട് പുതിയ നൂറ്റാണ്ടിൽ വരുന്നതെന്നുള്ള ഒരു പുതിയ നിരീക്ഷണമൊന്നുമല്ല, നേരത്തെ മുതലേ ഉള്ളതാണെങ്കിലും ഇന്ത്യയിലെ മാധ്യമങ്ങളും വ്യാഖ്യാതാക്കളും അതിപ്പോഴും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ മടി കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഉന്നതങ്ങളിലേക്ക് പോകുന്തോറും നമ്മൾ കൂടുതൽ വിനീതനാവണം എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നൊരു സംഗതിയാണത്. പക്ഷേ ഇവിടെ ഈ ഡെമോക്രസിയിൽ തിരിച്ചാണ് വരിക. കാരണം സൂക്ഷ്മമായ കഠിനമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഭരണ തുടർച്ച സ്ഥിരമായി ഏത് ഭരണത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണമായി അല്ലെങ്കിൽ അടിസ്ഥാന യാഥാർത്ഥ്യമായി ഞാൻ കാണുന്ന മറ്റൊരു വസ്തുത. അല്ലെങ്കിൽ ജനങ്ങൾ പിന്നെ അധികാരി വർഗത്തിനെ തന്നെ പുറന്തള്ളും. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 20 വർഷമായിട്ടും ബീഹാർ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം മുറ്റി നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ബീഹാർ തന്നെയാണല്ലോ. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഒരു ബീഹാറിലെ നേതാവിനും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ 20 വർഷം കഴിഞ്ഞിട്ടും ആ ദാരിദ്ര്യമുള്ള ബീഹാറിനെ, നിലവിലുള്ള ഗവൺമെൻറ്റിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് വോട്ടർമാർ പിന്നെ ബീഹാറിന് പുറത്തുള്ള ഇന്ത്യയോട് പറയുന്നത്? എന്താണ്? ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ 20 വർഷക്കാലം ബീഹാറിനെ പട്ടിണിയിൽ നിർത്തിയ അല്ലെങ്കിൽ പട്ടിണിയിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത സർക്കാരിനെ എന്നുള്ളതാണോ? അതോ ഞങ്ങളെ നയിക്കാൻ വരുന്ന ഇവർക്കെതിരായി നിൽക്കുന്ന ശക്തികൾ പിന്നെ അധികാരത്തിൽ വന്നാൽ ഇവരെ പോലെ ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണോ? ആ മെസ്സേജാണ് മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞല്ലോ, ആ കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഈ വോട്ട് ചോരിയെക്കുറിച്ച് എപ്പോഴാണ് വരുന്നത് ചർച്ച? ഹരിയാന ഇലക്ഷനെ സംബന്ധിച്ച് 2024 ഒക്ടോബറിലെ ഇലക്ഷനെ പറ്റി 2025 ഒക്ടോബറിലാണ് പിന്നെ വോട്ട് ചോരി ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നതെന്ന് ഓർക്കണം. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു സംഗതിയുണ്ട്. അന്ന് തന്നെ മീഡിയ വണ്ണിൽ ഈ വോട്ട് ചോരി ആരോപണം നടന്ന അന്ന് തന്നെ മീഡിയ വണ്ണിലൊരു ചർച്ച ഉണ്ടായിരുന്നു. അജിംസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു, അതോ താങ്കളാണോ സംശയമുണ്ട്. അവിടെ ആ ചർച്ചയിൽ അധികം പേരിൽ ഒറ്റയാളേ ഉള്ളൂ. വന്നത് കോൺഗ്രസിൻ്റെ ലിജു ആണ്. ലിജു ഒരു പരമസത്യം അതിൽ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ സത്യം ഇതാണ്: പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളം പോലെയല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, അവിടെയൊന്നും ഗ്രൗണ്ട് ലെവലിൽ, ബൂത്ത് ലെവലിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രവർത്തകരില്ല എന്നുള്ള വസ്തുതയാണ്. ആ ഒരു വലിയ യാഥാർത്ഥ്യം ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അവിടെ യൂത്ത് കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ അനുഭവം എന്ന് ലിജു പറയുന്നത് ഞാൻ കേട്ടത് മീഡിയ വണ്ണിലെ ചർച്ചയിലാണ്.
അത് സത്യമായ വളരെ പരമസത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ബി ജെ പിക്ക് അങ്ങനെ അല്ലെന്നേ. ബി ജെ പിക്ക് RSSന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഗ്രൗണ്ട് ലെവലിൽ നന്നായിട്ട്